നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം ആ സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തിയിരിക്കുകയാണ്. കോവിഡിനെ തുടർന്ന് അവതാളത്തിലായ വിമാന സർവീസുകൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയാണ്. ഒമാൻ എയർ ഇന്ത്യയിലെ വിവിധ സെക്ടറിലേക്ക് സർവീസുകൾ പ്രഖ്യാപിച്ചതോടെ ഇന്ത്യയിൽ നിന്ന് മസ്കറ്റിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ കുറയുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കോവിഡ് പ്രതിസന്ധിയും കേരളത്തിൽ നിന്നുള്ള ഉയർന്ന വിമാന നിരക്കും കാരണം ഒമാൻ സന്ദർശിക്കാത്ത നിരവധി കുടുംബങ്ങൾ വീണ്ടും ഇതോടെ ഒമാനിലേക്കെത്തും. കഴിഞ്ഞ വർഷം ഉയർന്ന നിരക്കായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് ഈടാക്കിയിരുന്നത്. വളരെ പരിമിതമായ കുടുംബങ്ങൾ മാത്രമാണ് കഴിഞ്ഞ വർഷം സ്കൂൾ അവധിക്ക് ഒമാനിലേക്ക് എത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ സീസണിൽ 50,000 രൂപയ്ക്കടുത്തായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള വിമാന നിരക്കുകൾ. കോഴിക്കോട്, കൊച്ചി അടക്കം 8 സെക്ടറിലേക്കാണ് ഒമാൻ എയർ അടുത്ത മാസം മുതൽ സർവീസ് നടത്തുക. ഇവ കൂടാതെ ബംഗളൂരു, ഗോവ, മുംബൈ, ചെന്നൈ, ഡൽഹി, ഹൈദരാബാദ് എന്നീ മറ്റ് സെക്ടറുകളിലേക്കും സർവീസുകൾ ആരംഭിക്കുന്നുണ്ട്. അതിനിടെ ബജറ്റ് വിമാന കമ്പനിയായ സലാം എയറും ഒമാൻ എയറും സഹകരണത്തിനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ഒമാൻ എയർ സർവീസുകൾ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ എയർ ഇന്ത്യ എക്സ്പ്രസും നിരക്കുകൾ കുറച്ചു. എന്നാൽ ഒമാൻ എയർ സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സെക്ടറുകളിൽ എയർ ഇന്ത്യയും നിരക്കുകൾ കുറച്ചിട്ടില്ല. മുംബൈയിൽ നിന്ന് ഒമാൻ എയറിന്റെ പുതിയ നിരക്ക് 79 റിയാലാണ്. ഇതുവരെ 100 മുതൽ 110 റിയാൽ വരെയാണ് ഒമാൻ എയർ ഈ യാത്രക്കാരിൽ നിന്ന് ഈടാക്കിയത്. കോഴിക്കോട്, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്ന് ഒമാൻ എയർ സർവീസ് നടത്തുന്നതിനാൽ നിരക്കുകൾ കുറച്ചിട്ടുണ്ട്. കോഴിക്കോട് സർവീസുകൾ ആരംഭിക്കുന്നതോടെ ഒമാൻ എയർ 115 റിയാലാണ് ഈടാക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് നിരക്ക് 85 റിയാലാക്കി കുറച്ചിട്ടുണ്ട്. നിലവിൽ 115 റിയാലാണ് കോഴിക്കോട് നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈടാക്കുന്നത്. കൊച്ചിയിൽ നിന്നും നിലവിൽ 116 റിയാലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈടാക്കുന്നത്. അടുത്ത 6 വരെ ഇത്തരത്തിൽ ഉയർന്ന നിരക്കുകൾ തന്നെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈടാക്കുകയെങ്കിലും 7 മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് നിരക്കുകൾ കുറയ്ക്കും. ഇന്ത്യൻ വിമാന കമ്പനികളായ ഗോ എയർ, ഇൻഡിഗോ എന്നിവയുടെ സർവീസുകൾ പ്രഖ്യാപിക്കുന്നതോടെ നിരക്കുകൾ ഇനിയും കുറയുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. മറ്റ് വിമാന സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത കണ്ണൂരിലേക്കും തിരുവനന്തപുരത്തേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് നിരക്കിളവ് പ്രഖ്യാപിച്ചിട്ടില്ല. കണ്ണൂരിൽ നിന്ന് 115 റിയാലും തിരുവനന്തപുരത്ത് നിന്ന് 105 റിയാലുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അടുത്ത മാസവും ഈടാക്കുന്നത്. എന്നാൽ സലാം എയർ തിരുവനന്തപുരത്തേക്ക് സർവീസ് തുടങ്ങാൻ സാധ്യതയുണ്ട്. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ആയിട്ടില്ല. ഇതോടെ തിരുവനന്തപുരം സെക്ടറിലും എയർ ഇന്ത്യക്ക് നിരക്ക് കുറയ്ക്കേണ്ടി വരും. അടുത്ത മാസം എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിരക്ക് ഈടാക്കുന്നത് കണ്ണൂർ, മസ്കറ്റ് സെക്ടറിലായിരിക്കും. ഇന്ത്യൻ വിമാന കമ്പനികളായ ഗോ എയർ, ഇൻഡിഗോ എന്നിവ സർവീസുകൾ പ്രഖ്യാപിക്കുന്നതോടെ നിരക്കുകൾ ഇനിയും കുറയുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. നാട്ടിൽ സ്കൂളുകൾ അടയ്ക്കുന്ന വേളയിൽ വിമാന നിരക്കുകൾ കുറയുന്നത് പ്രവാസി കുടുംബങ്ങൾക്ക് അനുഗ്രഹമാകുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.